ഇന്ന് നിങ്ങളുടെ തകർന്ന നിമിഷങ്ങൾ ശക്തമായ ആരാധനയ്ക്കുള്ള ഒരു വേദിയായി മാറട്ടെ. നമുക്ക് തിരുവചനത്തിലേക്ക് തിരിയാം. അത്തിവൃക്ഷം തളിർക്കയില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് 3:17-18 വരെ. തകർന്ന നിമിഷങ്ങളിലെ ആരാധന പൂർണ്ണമായ നഷ്ടത്തെക്കുറിച്ചാണ് ഹബക്കൂക്ക് വിവരിക്കുന്നത്. ഫലങ്ങളില്ല, വിളവില്ല, കരുതലില്ല, എന്നിട്ടും അദ്ദേഹം സന്തോഷം തിരഞ്ഞെടുക്കുന്നു. ഇത് ആരാധനയുടെ ഉന്നതമായ ഒരു തലത്തെ വെളിപ്പെടുത്തുന്നു. ദൃശ്യമായ അനുഗ്രഹങ്ങളെ ആശ്രയിക്കാത്ത ഒരു ആരാധന. മറ്റെല്ലാം ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥ ആരാധന പുറത്തു വരുന്നത്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ നിശബ്ദതയുടെയും കാത്തിരിപ്പിന്റെയും നിമിഷങ്ങളിൽ അവിടുത്തെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ആഴം വെളിപ്പെടുന്നത്. അത്തരം നിമിഷങ്ങളിൽ ദൈവം മാത്രം മതി എന്ന പ്രഖ്യാപനമായി ആരാധന മാറുന്നു. ഒരു വയലിനിലെ കമ്പികൾ മുറുക്കപ്പെടുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായ സംഗീതം പുറപ്പെടുവിക്കുന്നത്. ആ വലിപ്പമില്ലെങ്കിൽ അവിടെ സംഗീതമില്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ നമ്മെ തളർത്തുന്നതിന് പകരം ദൈവത്തിനു മുൻപിൽ കീഴടങ്ങുകയാണെങ്കിൽ നമ്മളിൽ കൂടുതൽ ആഴമേറിയതും സമ്പന്നവുമായ ഒരു ആരാധന ഉണർത്താൻ അവയ്ക്ക് കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ പോരാട്ടങ്ങൾ എന്റെ ആരാധനയെ നിശബ്ദമാക്കുകയാണോ, അതോ അതിനെ ശക്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, നഷ്ടങ്ങളും അനിശ്ചിതത്വങ്ങളും നേരിടുമ്പോഴും അങ്ങയിൽ ആനന്ദിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. സാഹചര്യങ്ങൾക്കപ്പുറമായി അങ്ങയെ ആരാധിക്കാൻ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. അവിടുന്ന് മാത്രം എനിക്ക് മതിയെന്ന് എൻ്റെ ജീവിതം പ്രഖ്യാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ